ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെറീസ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോവുകയാണ്, ഒരു വൺ ഡേ ഔട്ടിങ്ങിന്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്നും കാഴ്ചകളുമെല്ലാം നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂവാറിലോട്ടാണ്. അപ്പോൾ നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എവിടെയാണെന്ന് പറയാനുണ്ടോ ജാനിപ്പിങ്കി? എന്തുവാ പറയുന്നേ? ഓക്കേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തു. അപ്പോൾ നമ്മൾ കരുതി നമ്മളെ ട്രിപ്പ് കുളമായെന്ന്. പക്ഷേ ഇപ്പം നല്ല വെട്ടമൊക്കെ ഉണ്ട്, നല്ല വെളിച്ചവും നല്ല വെയിലാണ്. അപ്പോൾ നല്ല ക്ലിയർ സ്കൈ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കത്താ ദൂരത്തോട്ട് നമുക്കിങ്ങനെ റോഡ് കാണാൻ പറ്റും. അങ്ങ് ദൂരെ വരെ നമുക്ക് റോഡ് നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് റോഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കായലോരം ബാക്ക് വാട്ടേഴ്സ് പൂവാറിലോട്ടാണ്. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിലോട്ട് പോവുകയാണ്. ഇതല്ലേ ഓരോരുത്തരെ ഞാനി അങ്ങനെ പോവല്ലേ. ഞാനിങ്ങോട്ട് നോക്കി സ്മൈൽ ഇങ്ങനെ പൂവാറിൽ ഇതുപോലെ ഇഷ്ടംപോലെ റിസോർട്ടും സ്റ്റേക്കേഷനും അതുപോലെ പ്രൈവറ്റ് ബോട്ട് സവാരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ബോട്ട് സവാരികളാണ് ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പത്ത് പോയിട്ട് വരുന്നവരും പുറകെ നോക്കമുള്ളവരുണ്ട്. പല റിസോർട്ടിലേ ഉണ്ട് പ്രൈവറ്റായിട്ടുള്ള അവർക്ക് ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കായലോരത്തിൻ്റെ തന്നെയല്ല, പല സ്ഥലങ്ങളിലായിട്ടുള്ള അവരുടെ ബോട്ട് സവാരികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ബീച്ചിലോട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. Do you like it? You like it? I like it. അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കണ്ടൽ കാടുകളിലോട്ടാണ്. അപ്പം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നമ്മൾ പോയത് ജനുവരി 25-ാണ്. അപ്പം കണ്ടൽ കാടുകളിലൂടെ നമ്മളിങ്ങനെ സവാരി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം പൊഴി മുറിച്ചു. അപ്പോൾ പൊഴി മുറിച്ചത് കൊണ്ട് തന്നെ വെള്ളം നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്ലോ ആയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ നമുക്കിപ്പോൾ കുടിക്കാനായിട്ട് കരിക്കും ഒക്കെ നമുക്ക് വേറെ ഒരു തോണിയിൽ ആൾക്കാരിങ്ങനെ വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ബോട്ട് നിർത്തിയിട്ട് കരിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം. അപ്പോൾ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് കരിക്കൊക്കെ മേടിച്ച് കുടിക്കുന്നൊക്കെയുണ്ട്.
മറി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ പിന്നീട് ഇങ്ങോട്ട് നോക്കി. അങ്ങനെ നമ്മൾ കണ്ടൽ കാടുകളും ഇടയിലൂടെ യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി മെയിൻ കായലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല വ്യൂവിൽ തന്നെ നമുക്ക് നല്ല വിശാലമായ കായലിലാണ്. അപ്പം അവിടെയും ഒരുപാട് ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നിന്ന് നല്ല കാറ്റും നല്ലൊരു ഫീലാണ്. ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതും അതുപോലെ ഒരു കാറ്റും അവിടെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫ്ലോട്ടിങ് അനുഭവമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വലിയ വലിയ ബോട്ടുകൾ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ബോട്ട് പൊങ്ങിയും താരയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
കടലിൽ കൂടെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഇളക്കമായിരിക്കും. ഇത് അത്ര ഇളക്കം ഉണ്ടാകത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ബോട്ടുകൾ വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡോൾഫിനെ പോലെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്ര. അപ്പം വൺ ടൈമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുക. നല്ലൊരു അനുഭവമാണ്. അപ്പം ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ കുറേ ബോട്ടുകൾ വരുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം നല്ല തിരക്കായിരുന്നു. അവിടെ പോലെ ഞാൻ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും 3 സ്റ്റാർ 5 സ്റ്റാർ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹേന്ദ്ര ക്ലബിൻ്റെ റിസോർട്ടൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അതുപോലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡ് വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ 12 മണിയുടെ സ്ലോട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂറിൻ്റെ പാക്കേജാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ബീച്ചിലോട്ടാണ്. നേരെ കാണുന്നത് കടലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ ബീച്ചിലോട്ട് പോകും. ബീച്ചിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുറച്ച് സമയം അവിടെ സ്പെൻഡൊക്കെ ചെയ്യാം. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഹോട്ടലും അതുപോലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഫിഷൊക്കെ അവിടെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകൾ കണ്ട് കൂടെയുള്ള ആൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട്. നമുക്ക് അറിഞ്ഞാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ തന്നെ ഒരുപാട് ഫ്ലോട്ടിംഗ് കോട്ടേജുകളും നമുക്കവിടെ കാണാൻ പറ്റും പൂവാറിൽ തന്നെ. അതാണ് അവിടുത്തെ ഒരു മെയിൻ. അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ അങ്ങനെയും പോകാറുണ്ട്. നമ്മളിപ്പം മാലിദ്വീപ്സിലൊക്കെ കാണുന്ന പോലെ ഫ്ലോട്ടിംഗ് ഐലൻഡുകളുണ്ട്. അപ്പോൾ ഐലൻഡ് റിസോർട്ടിൻ്റെ അവിടെ അങ്ങനെ താമസിക്കാനുമുള്ള സൗകര്യം നമുക്കുണ്ട്. ഇപ്പോൾ നല്ല ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത്ര അങ്ങോട്ട് അറിയുന്നുണ്ടാവില്ല. നമ്മൾ ആ ബീച്ചിലോട്ട് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കാണ് നല്ല വെയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം പോയിട്ട് കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഉച്ച സമയമുണ്ട് അധികം ആൾക്കാർ ബീച്ചിലോട്ട് നിൽക്കാൻ സാധ്യതയില്ല. കാര്യം നല്ല ചൂടാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ അവിടെ നിന്ന് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. നമ്മളധികം അവിടെ നിൽക്കാനായിട്ട് ശ്രമിച്ചില്ല. കാര്യം ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ തന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം വന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണാം ഒരുപാട് ഫ്ലോട്ടിങ് ഐലൻഡും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. അത് ഇപ്പുറത്തെ സൈഡിലും കാണാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ നോക്കുമ്പോഴത്തേക്ക് കുതിരയും അതുപോലെ തന്നെ ക്യാമലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ സവാരിയുണ്ട്. അപ്പോൾ നമ്മളവിടെ നമ്മൾ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ ബീച്ചിൽ ഇറങ്ങിയില്ല. നമ്മൾ തിരിച്ച് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക്
ഒരു പാറ കണ്ട, ആ പാറയെ നോക്ക്, ഒരു ആനയുടെ ഷേപ്പില്ലേ, അപ്പോൾ ആനയുടെ ഷേപ്പിലുള്ളൊരു പാറയൊക്കെയാണ്. പോകുന്ന വഴിക്ക് ചർച്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ എന്തോ പണി നടക്കുവാണെന്ന് തോന്നുന്നു. ഇപ്പം ഉച്ച സമയമായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിങ് കോട്ടേജുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ പൂവാറിലെ മെയിൻ അട്രാക്ഷൻ ഇത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കാനായിട്ടാണ് കൂടുതൽ ആൾക്കാരും വിദേശികൾ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരല്ലാത്ത ആൾക്കാർ വരുന്നത് കൂടുതലും ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചിനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോ ചുണ്ടു വളഞ്ഞത്, അതോ ചുണ്ടു വളഞ്ഞോണ്ട് നോക്കുന്നത്. ആ ആ ആ ഓ അങ്ങനെ നമ്മളെ ബോട്ടിംഗ് സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ബീച്ചിൽ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇപ്പം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഇപ്പോൾ മക്കൾക്ക് വിശപ്പായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അവിടെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെയും സ്റ്റേക്കേഷനുള്ള സ്ഥലമാണ്. ഇവിടെ താമസിക്കണം എന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് താമസിക്കുകയും ചെയ്യാം. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് വിഴിഞ്ഞത്താണ്. അപ്പോൾ വിഴിഞ്ഞം ഹാർബർ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സീ ഫുഡ് എന്തെങ്കിലും കഴിക്കാം, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, സീ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ഷോപ്പൊന്നും തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും തിരക്ക് വരിക എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നേരെ നടന്ന് ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഉസ്താദ് ഹോട്ടൽ കണ്ട്, അങ്ങനെ നമ്മൾ ഉസ്താദ് ഹോട്ടൽ എന്ന പേര് കണ്ട് നമ്മളവിടെ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ട് മക്കൾക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ചെറിയൊരു ഹോട്ടലാണ്, ഒരുപാട് ആൾക്കാർക്കൊന്നും ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഒരു 3 മേശ ഇടുന്ന അത്ര സ്പേസേ ഉള്ളൂ, മൊത്തം 6 മേശ അത്ര സ്പേസേ ഉള്ളൂ. അപ്പോൾ പിങ്കിയൊക്കെ എല്ലാം വിശന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രാബാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ക്രാബ് വന്നിട്ടുണ്ട്. ക്രാബിൻ്റെ കൂടെ നമുക്ക് റൈസും ആണ്. അപ്പം നോർമൽ റൈസാണ്. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, പൊറോട്ടയും അപ്പവും ഉണ്ടായിരുന്നു. നമ്മൾ പൊറോട്ട എന്ന് പറഞ്ഞാൽ ചോറാണ് പറഞ്ഞത്. ചോറും നല്ല വെന്ത നല്ല കപ്പയും പിന്നെ തോരനും അവിയലും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ റോസ്റ്റും. അങ്ങനെ നമ്മൾ 4 പേരും അവിടെ നിന്ന് ചോറും കറികളും ഒക്കെ കഴിച്ച് ഒന്ന് വയറൊക്കെ ഒന്ന് ഫില്ലായതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി തൊട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഹാർബറിൽ ഇതുപോലെ കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ തോണികളെല്ലാം അവിടെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പം മക്കൾ ആദ്യമായിട്ടാണ് ഇവിടെ വിഴിഞ്ഞത്ത് വരുന്നതും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് കണ്ട് പറഞ്ഞൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം എൻ്റെ അടുത്ത വീഡിയോയിലോട്ട് പറയാം. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.